എപ്പോഴും കൂളായിട്ടിരിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ? അതായത് ഇപ്പോൾ ചിലർ ലൈഫിൽ ഒന്നിനെയും പറ്റി അധികം ബോധേഡാവാതെ വളരെ കൂളായിട്ട് പോകുന്ന കാണുമ്പോൾ മറ്റ് ചിലർ ഉപദേശം കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എടാ ഇനിയെങ്കിലും ലൈഫിലൊന്ന് സീരിയസ് ആവും എന്നുള്ളൊരു സംഭവം. അപ്പോൾ ലൈഫിൽ സീരിയസ് ആവണ്ട എന്ന് ഞാൻ പറയുന്നില്ല, സീരിയസ് ആവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു കൂൾ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ആവേശം സിനിമയിൽ അംബാനെ ശ്രദ്ധിക്ക് അംബാനെ എന്ന് നമ്മളുടെ ഫഹദ് ഫാസിൽ പറയാറുണ്ടല്ലോ അംബാൻ്റെ അടുത്ത്. അപ്പോൾ അംബാനോട് ഇങ്ങനെ പറയാറുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ, ശരിയാണ്, പല കാര്യങ്ങളും അംബാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അംബാൻ പറയുന്നുണ്ട് ശ്രദ്ധിക്കാം. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധയിലും കൂടുതൽ കൊടുത്താലാവും അത് പ്രശ്നമാവുക. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള, അതായത് ഒരുപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ AKA ഹംബിൾ മ്യൂസീഷ്യൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ സോങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഗുൻഗുനി ധൂക്കി തരഹ സേ തരन्नुम തും छूके मुझे गुसरी हुयूं, देखो तुम्हें या मैं सुनूं, तुम हो सुकून तुम हो जुनूं, क्यों पहली ना आए तुम, कैसे मुझे तुम मिल गई, किस्मत पे आए नाइकी उतर आई जीन में, जैसे चांद उतरता है कभी हौले हौले धीरे से. യെസ്, അപ്പോൾ നമുക്കിനി നമ്മളുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ആക്ച്വലി ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. OH റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഒരു 1 മിനിറ്റ് വീഡിയോ. ആ ഒരു സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ അതെന്നെ ഒരുപാട് എന്നെ ചിന്തിപ്പിച്ചു. അതിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ്, ആക്ച്വലി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളുടെ റൂമിലിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ ഫോൺ, നമ്മളുടെ ഒട്ടുമിക്ക ആൾക്കാരും കയ്യിലുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ ഈ ഫോണ് നമ്മളിങ്ങനെ എറിഞ്ഞ് പിടിക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ വളരെ കൂളായിട്ട് ഇങ്ങനെ എറിയും പിടിക്കും. ഇനി ഇതേ സാധനം, ഇതേ ഫോണും കൊണ്ട് നമ്മളൊരു 5 നില ഉയരമുള്ള കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിൽ ചെന്ന് നിന്നിട്ട് ആ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട്, ഫോൺ കയ്യിലുണ്ടാവും, ആ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നമ്മളൊന്ന് എറിഞ്ഞ് പിടിക്കാൻ നോക്കിയാൽ നമുക്ക് ഈ റൂമിൻ്റെ അകത്തിരുന്ന് പിടിച്ച അത്രയും കംഫർട്ടബിളായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ പലരും ആ ഒരു സിനാറിയോ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മൾ റൂമിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ എറിഞ്ഞ് പിടിക്കുമ്പോൾ ഇൻ കേസ് നമ്മുടെ കൈ വിട്ടിട്ട് പോയാലും കുഴപ്പമില്ല, കാര്യം ബെഡിലേക്കായിരിക്കും വീഴുന്നത്, നമുക്കതിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ 5 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള ഒരു ബാൽക്കണിയിൽ നിന്ന്, 5 നിലയൊന്നും വേണ്ട, ഇപ്പോൾ നമ്മളെ വീടിൻ്റെ 2ാമത്തെ നിലയിൽ കയറി നിന്നിട്ടുള്ള ഒരു ഉയരമാണെങ്കിൽ മതി. പക്ഷേ അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ എറിഞ്ഞ് പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇത് താഴെ വീണ് പോയാലുള്ള കോൺസിക്വൻസസിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും, നമ്മൾ ഒരു എക്സ്ട്രാ കെയർഫുൾ ആവും, ഇത് പിടിക്കണമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ്ട്രാ കെയർഫുൾ ആയതുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പുള്ളി അതിൽ മെയിനായിട്ട് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഓവറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അത് പാളിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ലൈഫിലെ ലാസ്റ്റ് ഇതാണ്, ഇത് ഞാൻ നല്ലോണം ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാം പോയി എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ അതൊരു പ്രഷർ കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാനായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്പീച്ചോ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നതായിക്കോട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു
ഇവൻറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു കൂൾ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക, കൂളായിട്ടത് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് യു ഡു ഇറ്റ് എവറി ഡേ എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ക്യാപ്റ്റൻ കൂൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്, ക്യാപ്റ്റൻ കൂൾ എന്ന വ്യക്തിയാണ്. കാര്യം അദ്ദേഹം എത്ര സമ്മർദ്ദം ഉള്ള സിറ്റുവേഷനിലും വളരെ കൂളായിട്ട് നിന്നിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ആ ഒരു പ്രഷർ പുള്ളിയുടെ ഉള്ളിലുണ്ടായിരിക്കാം, പക്ഷേ പുള്ളി പുറത്ത് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കാഴ്ചയിലോ അത് ഫീൽ ചെയ്യിക്കാറില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏതോ ഒരു മാച്ചിൽ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിന്ന ഒരാൾ ധോണിയെ പറ്റി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ആരാണെന്ന് ഞാൻ മറന്നുപോയി. അതായത് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഏതാണ്ട് 3 ബോൾ എന്തോ ബാക്കിയുള്ളൂ, 6 റൺസ് ജയിക്കാനായിട്ട് വേണം. അപ്പോൾ ഇദ്ദേഹം ഒരു ലോ ഓർഡർ ബാറ്റ്സ്മാനാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എൻഡിൽ റണ്ണറായിട്ട് നിൽക്കുന്നത് ധോണിയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് സ്ട്രൈക്കേഴ്സ് എൻഡിൽ, ഇപ്പോൾ ഈ കയറി വന്ന ആളാണ് സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിന്നിട്ട് ഇനി ബോൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്, 3 ബോൾ എന്തോ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബാറ്റ്സ്മാന് ഒരു പ്രഷർ ഉണ്ടാവും. കാര്യം ഓപ്പോസിറ്റ് ധോണി, അപ്പോൾ ഒന്നില്ലെങ്കിൽ ധോണിക്ക് എങ്ങനെയെങ്കിലും സ്ട്രൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന പന്ത് അടിക്കുക എന്നുള്ള വലിയ പ്രഷറിലാണ് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ ധോണി അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കൂളായിട്ട് കളിച്ചാൽ മതി, ടെൻഷനൊന്നും അടിക്കേണ്ട, ഒന്നുമില്ലെങ്കിലും നമ്മുടെ പേരിൽ ഒരു 0 ഉറപ്പാണല്ലോ എന്നുള്ളതാണ്. അത്രയും പ്രഷറുള്ളൊരു സിറ്റുവേഷൻ പോലും അങ്ങനെ ഒരു തമാശ പറയാനായിട്ട് ധോണിക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം പറഞ്ഞത് അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് സമാധാനമാകും. ശരിയാണ്, നമ്മുടെ പേരിൽ ഇനി എന്തൊക്കെ വന്നാലും ഒരു 0 ഉറപ്പാണ്, 0 ഗ്യാരണ്ടീഡാണ്, പിന്നെ എത്ര റണ്ണടിക്കുന്നു എന്നുള്ളതിലല്ലേ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂളായിട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഇഫ് പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആവാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അവിടെ കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ OH റഹ്മാൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ആ ഒരു വീഡിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചു. അതായത് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നതാണ്, ഞാൻ എൻ്റെ പുറത്ത് ചില അനാവശ്യ പ്രഷറുകൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാനും അപ്പോൾ വിചാരിക്കും ഇനി ഇത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ശ്രമം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് നടന്നില്ലെങ്കിൽ അടുത്തത്, അത്രേ ഉള്ളൂ. ആ കൂൾ മൈൻഡ് സെറ്റോടെ ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു സമാധാനവും അത് തരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് ലൈഫിലെ ടഫായിട്ടുള്ള പല സിറ്റുവേഷൻസും കൂളായിട്ട് ഫേസ് ചെയ്യാൻ പറ്റട്ടെ, അതിലെല്ലാം വിജയം കണ്ടെത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങൾ സ്പോട്ടിഫൈയിലാണ് കേൾക്കുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമുക്ക് സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സൈഡിൽ മറ്റേ 3 ഡോട്ട് മെനു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ എന്തോ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ 5 സ്റ്റാർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാടധികം സന്തോഷമാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അറിയിക്കാവുന്നതാണ്. ഒത്തിരി പേരായിട്ട് ഞാൻ ഓൾറെഡി ചാറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് നമ്മുടെ പോഡ്കാസ്റ്റ് ടോപ്പിക്സിനെ പറ്റി, ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് അതുപോലെ ചാറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നമ്മളെ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ കോഡ് ഞാൻ തരാൻ പോവുകയാണ്. #cool എന്ന് മതി, അതാണ് കറക്റ്റ്. അപ്പോൾ എല്ലാവരും കൂളായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ജസ്റ്റ് അടിച്ച് പൊളിക്കുക. എന്ത് സംഭവമാണെങ്കിലും കൂൾ മൈൻഡ് സെറ്റോടുകൂടി ഫേസ് ചെയ്യുക, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. ബൈ ദ ബൈ, കമൻറ്റ് ചെയ്യേണ്ടത് അറിയാലോ അല്ലേ, #cool വെച്ചിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നാളെ കാണാം.